പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 27 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരംഭ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് കരങ്ങളെ ഉയർത്തിയിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണരുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ആ കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറ. കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, അതിശയമായി നടത്തുന്ന നമ്മുടെ പിതാവിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ള. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് മാറ്റമില്ലാത്ത ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഓർക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് മാനിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ? അങ്ങയുടെ കൃപയൊന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങയുടെ മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകൾക്കായിട്ട് നന്ദി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആരംഭ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് നല്ലവനും വിശ്വസ്തനുമായ ദൈവമാണ്. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ പിതാവാണ്. അങ്ങയുടെ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഈ പ്രഭാതത്തിൽ അപ്പാ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ രക്തത്താൽ ഇവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് നാക്കയിലും വായിലും അൾസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ, സംസാരിക്കാൻ പോലും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്ത് കാരണത്താൽ വായിക്കകത്തോ നാക്കയിലോ ആമേൻ അസ്വസ്ഥതകളുള്ളവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യമാക്കുന്ന ദൈവശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവ് കൊടുത്ത ആശ്വാസത്തിനും വിടുതലിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബാക്ക് പെയിനാൽ ദുരിതം അനുഭവിക്കുന്നവർ, ആമേൻ, കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആമേൻ, ഡോക്ടർമാർ സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ബാക്ക് പെയിൻ കേസുകളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ബാക്ക് പെയിനിന് കാരണങ്ങൾ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, എല്ലാ ലങ്സിനകത്തുള്ള ബുദ്ധിമുട്ടുകളും ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യണം. അതുപോലെ മുടി കൊഴിയുന്നു, അത് കാരണം മാനസികമായിട്ട് ഭയങ്കര സംഘർഷം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ നാമത്തിൽ ആ മുടി കൊഴിച്ചിൽ നിൽക്കട്ടെ. ആ കൊഴിഞ്ഞുപോയ ഭാഗത്തൊക്കെ മുടി മടങ്ങി വരുവാൻ ഇടവരട്ടെ. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആമേൻ കഷ്ടം, പ്രയാസം, മാനസികമായ സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കമ്മിറ്റ്മെൻറ്റുകളൊന്നും ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല, ഫീസ് അടയ്ക്കാൻ കഴിയുന്നില്ല, റെൻറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ കഴിയാതെ ഒക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല. അങ്ങിന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസം
കർത്താവെ, പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ മേൽ പ്രത്യേക കൃപ കൊടുക്കണം. കർത്താവെ, ഈ ഉപവാസത്തിൽ ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണം. വീണ്ടും അവരെ ഒന്ന് പുതുക്കി ക്രിസ്തുവിൽ എടുക്കുവാൻ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുക. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ് ആരംഭിക്കും. എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ആമേൻ. ഉപവാസവും പ്രാർത്ഥനയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മളൊന്ന് മാറിയിരിക്കുക കർത്താവിൻ്റെ കൂടെ. അതെന്തിനാണെന്നറിയാം? നമ്മളെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആമേൻ, നമ്മൾ ഈ ഒരു സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ നമ്മൾ 26-ാം തീയതി വരെ നമ്മുടേതായ കാര്യങ്ങളിൽ നമ്മൾ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും നാളെ 3 ദിവസം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഒന്ന് മാറിയിരിക്കുമ്പോൾ പുതുമാസത്തിലേക്കുള്ള പ്രവേശനം, ആമേൻ, നമ്മൾ പുതുബലത്തോടുകൂടെ കയറാൻ പറ്റും, പുതുശക്തിയോടുകൂടെ കയറാൻ പറ്റും. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കൂടുതൽ ദൈവിക വിചാരങ്ങൾ നമ്മളിലേക്ക് വരും. കർത്താവിൽ നിന്നുള്ള പകർച്ചകൾ നമ്മുടെ അടുക്കലേക്ക് വരും. ആമേൻ. നമ്മൾ വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സൊന്നുകൂടൊന്ന് കർത്താവിലേക്കൊന്ന് ചേരുകയും ഒരുക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ദൈവിക നന്മകളെ റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കിയെടുക്കുന്ന സമയമാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും ഇത് നഷ്ടമാക്കി കളയല്ലേ. എല്ലാവരും ഇതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളതിനെ നഷ്ടമാക്കി കളയാതെ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. എങ്ങനെ പ്രയോജനപ്പെടുത്തണം? നമ്മളും പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം എന്നും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പകൽ പ്രാർത്ഥിക്കണം. എന്നും ബൈബിൾ വായിക്കുന്നതിനേക്കാൾ അധികമായി ബൈബിൾ വായിക്കണം. ഭക്ഷണം മാറ്റിവെച്ചു. കാരണം ഭക്ഷണം മാറ്റി വെക്കുന്ന സമയം കൂടെ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ ശരീരം ഇപ്പോഴും ഭക്ഷണം എന്താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരീരത്തോട് പറഞ്ഞില്ല, നിനക്ക് ഇന്ന് ഭക്ഷണം തരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ശരീരത്തെ കൂടെ ഒന്ന് ട്രെയിൻ ചെയ്യുക. ചിലർ പറയും, അയ്യോ എനിക്ക് വിശപ്പ് താങ്ങാൻ പറ്റത്തില്ല, വിശപ്പ് പിടിച്ചു വെക്കാൻ പറ്റും. അതൊക്കെ വെറും തോന്നലുകളാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറയുക, ഒരു എൻഡോസ്കോപ്പി ചെയ്യാൻ പോകുന്നു, നിങ്ങൾ empty സ്റ്റൊമക്കിലിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ empty സ്റ്റൊമക്കിലിരിക്കും. ഉപവാസവും പ്രാർത്ഥനയെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ കൂടുതൽ വിശപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വയറിനോട് പറയണം, ഇന്ന് രാവിലെ ഭക്ഷണം തരത്തില്ല. കുറച്ച് നേരമൊക്കെ നമ്മുടെ വയറ്റിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും. കുറേ കഴിയുമ്പോൾ വയറിന് മനസ്സിലാകും ഇന്ന് ഭക്ഷണം കിട്ടത്തില്ല. അപ്പോൾ വയറിനാ ചെയ്യും, പിന്നെ ആ എൻസൈമുകൾ, അതായത് ഡൈജസ്റ്റീവ് എൻസൈമുകൾ അങ്ങ് സബ്സൈഡാകും. അത് ഉച്ചയാകുമ്പോൾ വീണ്ടും ഡൈജസ്റ്റീവ് എൻസൈം നമ്മൾ സ്ഥിരം കഴിക്കുന്ന സമയമാകുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ വയറിനോട് പറഞ്ഞാൽ അതില്ല, ഇന്ന് ഞാൻ ഭക്ഷണം തരുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് ഒതുങ്ങും. അങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ലോങ് ടൈം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, ആദ്യത്തെ 3-4 ദിവസം നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടാകും. അത് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. അതുകൊണ്ട് ഇന്ന് ഈ 3 ദിവസം പ്രാർത്ഥിക്കുക. സെൽഫ് കൺട്രോളിന് വേണ്ടി നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുക, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക. അപ്പോഴായിരിക്കും നല്ല ആഹാരം നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഡിസിഷനിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരിക്കുക. നിശ്ചയമായിട്ടും ആഗ്രഹിക്കണം, കർത്താവെ ഞാൻ പ്രാപിക്കാൻ വേണ്ടിയായിരിക്കുന്നു, അല്ലാതെ വെറുതെ ചുമ്മാതിരിക്കുകയാണ്. ഞാൻ കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കും. നമുക്കറിയാം, നമ്മുടെ ദേശങ്ങളിലൊക്കെ നിരാഹാര സമരമുണ്ട്. എന്താ? അവർ ചിലത് ലഭിക്കാൻ വേണ്ടി. ലഭിക്കാൻ നമ്മൾ ശാഠ്യം പിടിക്കുകയല്ല, വഴക്കുണ്ടാക്കുകയല്ല. കർത്താവിൽ നിന്ന് കൃപകൾ പ്രാപിക്കുവാൻ, ദൈവ സാന്നിധ്യം കൂടുതലായി അനുഭവിപ്പാൻ, ദൈവശക്തിയിൽ നിറയുവാൻ, പുതുകൃപയിൽ ജീവിപ്പാൻ വേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥന കേട്ടോ. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് എൻ്റെ ഉള്ളിൽ വന്ന ആലോചന ഇതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. 15-ാം അധ്യായത്തിൽ, അതായത് അബ്രഹാമിനോട് പറഞ്ഞത്, നീ എനിക്ക് 15-ന്റെ 5-ാമത്തെ വാക്യം, പിന്നെ കർത്താവ് അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, നിൻ്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അപ്പം കാണണം എന്നുള്ള ഒരു സന്ദേശമാണ് എൻ്റെ ഈ പ്രഭാതി രാവിലെ വന്നത്. ഇന്നലെ ചർച്ചയിൽ പറഞ്ഞ സന്ദേശമാണ്. അപ്പോൾ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ സമയം അങ്ങ് പോയി. ഇനി 1.5 മിനിറ്റ് ശ്രദ്ധിച്ചു കേട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മൾക്ക് നന്മ മാത്രമേ തരുകയുള്ളൂ. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നല്ലത് മാത്രമാണ്. ആമേൻ. നന്മയല്ലാതെ ഒന്നും നിങ്ങളുടെ സ്വർഗീയ പിതാവ് നന്മ എത്രയധികം നൽകുമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ നന്മകളും എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ പിതാവിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പിതാവ് നമുക്ക് തിന്മ തരത്തില്ല, നന്മ മാത്രമേ തരുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും കർത്താവ് നമുക്ക് ചെയ്യുന്ന നന്മകൾ, ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തങ്ങളെ നമ്മൾ കാണണം. അതുകൊണ്ട് അബ്രഹാമെ നീ പുറത്തോട്ട് പോ, എന്നിട്ട് മേലോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ ആകാശത്തിൽ
ആകാശത്തിൽ നക്ഷത്രങ്ങൾ കണ്ടോ, ഇതിനെ നീ എണ്ണാമെങ്കിലും ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന ആ നന്മയെക്കുറിച്ചൊരു പിക്ചറുണ്ടാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് പിക്ചറുകളാവുള്ളത്. രോഗങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഈ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പിക്ചറുകളാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അത് കിടക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ലോകക്കാരല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന നന്മകളെ കാണാൻ പഠിക്കണം. നമ്മുടെ പിക്ചർ ഏതായിരിക്കണം? ദൈവം തരുന്ന നന്മകളായിരിക്കണം. ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് പൊസസ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി നിങ്ങൾ കാണണം, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്നത് കാണണം, ഉയർച്ച ഉണ്ടാകുന്നത് കാണണം, നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നതും വലിയ മാന്യതകൾ ഉണ്ടാകുന്നതും കാണണം. നമ്മളെപ്പോഴും പറയൂ എല്ലാവർക്കും തകർച്ചയാണോ, അങ്ങനെ നമ്മൾ കാണല്ലേ. നമ്മൾ പറയണം കർത്താവ് എന്നെ ഉയർത്തും, കർത്താവ് ഉയർത്തുന്ന ദൈവമാണ്. കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി കണ്ടാണ്, നല്ല കുടുംബജീവിതം കണ്ടാണ്, എല്ലാം നല്ലത് നിങ്ങളുടെ ഭാവനയിൽ കൊണ്ടുവരും. ഇന്ന് വിശ്വാസത്താൽ അത് കണ്ടിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.